എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൽ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ അന്തസ്സുറ്റ രീതിയിൽ കൊണ്ടു നടന്നു. സാധാരണ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരേണ്ട ഒരു വകുപ്പാണ്. ഒരുപാട് കാര്യത്തിൽ അങ്ങനെ വരാറുണ്ട്. പക്ഷേ ശ്രീ ജി സുധാകരൻ ഭരിച്ചിരുന്ന ആ കാലത്ത് അവിടെ ഒരഴിമതിയും ഇന്ന് വരെ അത് ആരും പറഞ്ഞിട്ടില്ല. അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായാലും ഏക സ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സുധാകരൻ എന്ന് പറയുന്ന ആളെ സുധാകരൻ സാറെന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. എന്നെ അതുപോലെ അദ്ദേഹത്തിന് ബഹുമാനമാണ്. ഞാൻ തന്നെ ഒരു 2-3 അവാർഡുകൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ അതുപോലെ ആദരിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു 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 ആദരവ് എനിക്ക് അദ്ദേഹത്തോട് തോന്നിയിട്ടുമുണ്ട്. കാരണം അത്രയും അന്തസ്സായി ഇടപെടുന്ന ഒരാൾ. അപ്പം രാഷ്ട്രീയമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഞാൻ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. ഇപ്പോൾ CPM-ൻ്റെ നല്ല നേതാവായിട്ട് അദ്ദേഹം നടക്കുമ്പോഴാണ് അദ്ദേഹമായിട്ടുള്ള എനിക്കുള്ള ആ അടുപ്പം ചങ്ങാത്തം എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, നല്ലൊരു മനുഷ്യൻ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണത്, എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമൊന്നും ആ കാര്യത്തിലില്ല. പിന്നെ ഒരു നല്ല മനുഷ്യനാണ്. ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നിയമസഭയിലേക്ക് വരേണ്ടത്. പക്ഷേ ഓരോ കാര്യങ്ങളുമുണ്ട്, ഇങ്ങനെയുള്ള പല ആളുകളും തഴയപ്പെടും പലപ്പോഴും. കാര്യം അവർ മിടുക്കരാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, അയാൾ അങ്ങനെ അങ്ങ് വലിയ മിടുക്കനാവണ്ട എന്നൊരു തോന്നൽ ചില നേതാക്കന്മാർക്ക് വരും. ഇതിൻ്റെയൊക്കെ വലിയ മേളിലിരിക്കുന്ന കക്ഷികൾക്ക് വരും. അതാണ് പ്രശ്നം. ഇതുപോലെയാണ് തോമസ് ഐസക്കിൻ്റെ കാര്യം. ശ്രീ തോമസ് ഐസക്ക് വളരെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല അപഗാഢമായ അറിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. ഈ കിഫ്ബിയായിട്ടുള്ള ആ കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഒരു താല്പര്യമില്ല. പക്ഷേ കുറ്റം പറയരുതല്ലോ, അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹം ഒരു അഴിമതി കറ പുരണ്ട ഒരാളായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെയും വേണ്ട. ഇപ്പം എന്താ, ശ്രീ സുധാകരൻ സാറിന് പ്രായം കഴിഞ്ഞു പോയി, അതാ കാര്യം. അപ്പോൾ 75 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനീയരായ മുഖ്യമന്ത്രി എങ്ങനെ ഇപ്പം മത്സരിക്കാൻ പോകുന്നത്? 75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിയമം എന്ന് പറയുന്നത് യു ഷോ മീ ദ മാൻ ആൻഡ് ഐ വിൽ ഷോ യു ദ ലോ എന്ന് പറഞ്ഞാൽ, നിങ്ങളെനിക്ക് ആളിനെ കാണിച്ചതാ, ആരെയാ കാണിച്ചു തരുന്ന, ആർക്കാണ് നിയമം എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ നിയമം പറയാം എന്ന് പറയുന്നത്. യു ഷോ മീ ദ മാൻ ആൻഡ് ഐ വിൽ ഷോ യു ദ ലോ. അതാണ് ഇതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മിടുക്കരായ ആളുകളുണ്ട്, അവർ വരണം, നമ്മളെ ഭരിക്കേണ്ടത് അവരൊക്കെയാണ്. സുധാകരൻ സാർ അവിടെ ഇരുന്ന് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ്. കാര്യം കഴിവുള്ള ഒരു മനുഷ്യൻ അന്തസ്സായിട്ട് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, അന്തസ്സായിട്ട് ആളുകളോട് ഇടപെടുന്നു, അഴിമതി ലെവലേശമില്ലാതെ ഭരിക്കുന്നു. ഇതാണല്ലോ നമുക്ക് വേണ്ടത് ജനാധിപത്യത്തിൽ. അത് നടത്തി തരാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് അവസാനം പത്രക്കാർ നമ്മുടെ MV ഗോവിന്ദൻ സഖാവിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ശ്രീ ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പരിഗണനയും ഇല്ല എന്നൊരു പുച്ഛച്ചിരിയോടുകൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആക്ഷേപിച്ചതല്ല, ഞാൻ നല്ലതാക്കിയതാണ്, വലുതാക്കിയതാണെന്ന് ഇത് പറയുമ്പോൾ ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നന്നാക്കി പറഞ്ഞാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബ്ദതാരാവലി തപ്പിക്കൊണ്ട് നടക്കായിരിക്കും. വേറൊരു മനുഷ്യൻ പണ്ട് ശുംഭൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിന് വേണ്ടി ശബ്ദധാരാവലി തപ്പിയിട്ട് അതിൽ നിന്ന് പ്രകാശം പരത്തുന്നവനാണെന്ന് ആർഗ്യ ചെയ്തു. അവസാനം പോയി ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇത് ജി സുധാകരനെ ആക്ഷേപിച്ചതല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ആക്ഷേപിച്ച തന്നെയാണ്. മാത്രം അവസാനം ഇതെല്ലാം അങ്ങ് പറഞ്ഞു. അദ്ദേഹത്തിനെ
പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം കവർന്ന് കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. അവസാനം അത് അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എടുത്തു വെച്ചു. ആ ബ്രാഞ്ചിലായപ്പോലും സീനിയറായിട്ടുള്ളൊരു നേതാവാണല്ലോ, അദ്ദേഹത്തിന് അതിനുള്ള ഒരു പരിഗണനയും കൊടുക്കത്തില്ല, പ്രോഗ്രാംസ് ഒന്നും പിടിക്കത്തില്ല. അങ്ങനെയൊക്കെയായി അദ്ദേഹം വീട്ടിലിരുന്ന് മനം മടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തീരുമാനവും എടുത്തു, എനിക്കിനി ഈ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനിനി ഇത് ഒരു വേറെ പാർട്ടിയിലൊന്നും ഞാൻ ചേരുന്നില്ല, പക്ഷേ ഞാൻ അംഗത്വം പുതുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ തീരുമാനം എടുത്തു, ഫേസ്ബുക്കിൽ അതിട്ട് പ്രഖ്യാപിച്ചു. അപ്പോഴും വാലും ചുരുട്ടി ഓർഡർ പിടിച്ചു. അപ്പോൾ വാലിട്ടടി തുടങ്ങി. കാരണം ജി സുധാകരൻ എന്ന് പറയുന്ന ആളിന് ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹത്തിനോടൊപ്പം അമ്പലപ്പുഴയിൽ, എനിക്കറിയാം. അപ്പോൾ ഇനി അതെന്ത് സംഭവിക്കും എന്നൊരു മനപ്രയാസം. അതോടുകൂടി അങ്ങോട്ട് ചെന്നു, വിളിക്കാൻ തുടങ്ങി. എം വി ഗോവിന്ദൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആക്ഷേപിച്ചൊന്നുമല്ല, ഞാൻ നല്ലതായിട്ട് പറഞ്ഞതാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. എം വി ഗോവിന്ദനെ കഴിയൊക്കെ സീനിയർ അദ്ദേഹം. അതേപോലെ തന്നെ ബാക്കി നാസർ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ വിളിച്ചു, അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചു ഒക്കെ പറഞ്ഞു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഞാൻ ആ ഫേസ്ബുക്കിൽ എഴുതിയതിൽ നിന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീമതി CS സുജാത, അതും പിന്നെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം ഹരിശങ്കറും ഒക്കെ കൂടെ പോയി കണ്ടു, നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം അവരുടെ അടുത്തും ഇതെല്ലാം അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അതിൽ പറഞ്ഞേക്കുന്നത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അതിനകത്ത് MA ബേബി പറഞ്ഞു, സുധാകരൻ സാർ വളരെ വലിയ നേതാവാണ്, അദ്ദേഹം ഞങ്ങൾക്കെന്നും എതിരെ ഒന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. സോപ്പിടാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ ഇനി അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചിലപ്പോൾ അദ്ദേഹത്തെ കാണുമായിരിക്കും, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഒരു പരിപാടിയായിട്ട് ആലപ്പുഴ വന്നിട്ടും അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തായിട്ടാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇപ്പം വാർത്ത വരുന്ന അതാണ്, അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെന്നുള്ളതാണ്. ഞാൻ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നു അതിന്. അതെനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെടുത്ത് ഒരു വിരോധമില്ല, അദ്ദേഹം മാർക്സിസ്റ്റുകാരൻ തന്നെയാണ്, അതിനകത്ത് എനിക്ക് അത് ഒന്നുമില്ല, പാർട്ടിയോടൊന്നുമില്ല. പക്ഷേ അഴിമതി എവിടെ കണ്ടാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും. തോന്നിവാസം കാണിക്കുന്നിടത്തെല്ലാം അതിന് ഞാൻ ഒപ്പം നിൽക്കത്തില്ല. അപ്പോൾ അത് പറയുമ്പോൾ ചിലർ പറയും കോൺഗ്രസിൻ്റെ സീറ്റ് തരപ്പെടുത്താനാന്ന് പറയും. തരപ്പെടുത്താൻ ഇനി വരട്ടെ ഏതെങ്കിലും സീറ്റും കൊണ്ട്, എന്നാൽ കാണാം. അപ്പം എനിക്കത് പ്രശ്നമൊന്നുമല്ല. കുറേ വിവരമില്ലാത്തവന്മാർ അതും ഇതുമൊക്കെ വിളിച്ച് പറയും. പാർട്ടി, അതായത് ഞാൻ പറഞ്ഞില്ലേ, മമ്മൂട്ടിയെ തറയിൽ നിർത്താതെ തെറി പറഞ്ഞില്ലേ, ഇഷ്ടമാതിരി ആക്ഷേപിച്ചില്ലേ. അപ്പം മമ്മൂട്ടിക്കെതിരെ അതിന് നമ്മുടെ മുഖ്യമന്ത്രി ക്ഷമ പറഞ്ഞു, ബഹുമുഖ്യമന്ത്രി അത് പറഞ്ഞില്ലേ, പ്രശ്നമാണ്, ക്ഷമ പറഞ്ഞു. മമ്മൂട്ടി എടുത്ത് ക്ഷമ, അതിനെല്ലാം നിരുപാധികം ക്ഷമ ചോദിച്ചു. ആ ക്ഷമ ചോദിച്ചതിന് നമ്മുടെ ബഹുമുഖ്യമന്ത്രി ഇപ്പം സൈബർ സഖാക്കൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം എനിക്കൊരു ചെറിയ കാര്യം ഓർമ്മ വന്നത്, ഒരുത്തനെ അടിക്കാൻ വേണ്ടി കുറേ കൂലിത്തല്ലുകാരെ ഒരു 1-2 പേരെ 2-3 പേരെ ഒരുത്തൻ ഇടപാട് ചെയ്ത് കാശും കൊടുത്തു. അത് തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് ഇയാളുള്ള വിരോധം ഇയാൾക്ക് അങ്ങ് മാറി. കാര്യം വേറെ ഒക്കെ ഇടപെട്ട അയാൾ വന്ന് ഏതാണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്ത് എന്തോ ഇയാൾക്ക് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് വരുന്നത്. അന്നേരം പറഞ്ഞ് അവർ ഈ അടിക്കാന്നവന്മാർ വന്നു പറഞ്ഞ് ഇനി അവനെ അടിക്കണ്ട, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ കാശ് വാങ്ങിച്ചു പോയതാ, എന്നാൽ നിനക്ക് ഇരിക്കട്ടെന്ന് എന്ന് പറഞ്ഞ് അവനെ എടുത്തിട്ട് അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ സംഭവം നടന്നത്. ഇനി പോട്ടെ, ശ്രീ ജി സുധാകരനിലേക്ക് നമുക്ക് വീണ്ടും വരാം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് UDF സപ്പോർട്ട് കൊടുക്കും, അദ്ദേഹത്തിന് പിന്തുണങ്ങി സ്വതന്ത്രം എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം ഒരു പാർട്ടിയിലും ചേരത്തൊന്നുമില്ല, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം കോൺഗ്രസ്സിലൊന്നും ചേരത്തില്ല, അങ്ങനെയുള്ളൊരു മനസ്ഥിതിയുള്ള ഒരു മനുഷ്യനല്ല. പക്ഷേ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കും. ഒരു സ്വതന്ത്രന് സപ്പോർട്ട് കൊടുക്കാമല്ലോ, നല്ല കാര്യമാണ്, അത് കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. UDF അത് കൊടുത്തു കഴിഞ്ഞാൽ UDFന്
നല്ലതേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളൊരു നല്ല മനുഷ്യന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. മാർക്സിസ്റ്റുകാരന് കൊടുക്കുന്നു എന്നുള്ളതല്ല കാര്യം. ഒരു നല്ല മനുഷ്യന് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായം എന്തോ ആവട്ടെ, അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെങ്കിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയല്ലല്ലോ, നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണം. ശ്രീ G. സുധാകരനോടും അതുപോലെ തന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. സുധാകരൻ സാർ നിർബന്ധമായിട്ടും ഇവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടാന്ന് പറയരുത്. കാരണം അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നെങ്കിൽ അത് സ്വീകരിക്കുക, ഒരു തെറ്റുമില്ല. നിങ്ങളോടൊപ്പം ഒരുപാട് ആളുകൾ, നല്ല നേരെ ചിന്തിക്കുന്ന അമ്പലപ്പുഴക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഒന്നും വേണ്ടാന്ന് വെക്കണ്ട. അവരോടൊപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് UDF-കാർ വന്നു. അവർ UDF-ഓ ഏത് FO ആവട്ടെ, ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുക. അതാണ് അതിൻ്റെ മര്യാദ. അത് സുധാകരൻ സാർ അത് ചെയ്യണം. അതാണ് വേണ്ടത്.